ഇന്ന് നമുക്ക് ജോബി ചേട്ടാ നമ്മുടെ പുതിയ എയർ ഫ്രൈയിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കിയാലോ? അന്ന് വാ നമുക്ക് പോയി നോക്കാം. വാ. അപ്പോൾ ഇവിടെ ഞാൻ 2 ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന കാശ്മീരി മുളക് പൊടിയാണ്, മഞ്ഞൾപ്പൊടി, പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഗരം മസാല യൂസ് ചെയ്യുന്നുണ്ട്. ചിക്കൻ മസാലയാണ് കേട്ടോ ഇത്. ഓയില്, ഉപ്പ്, ചെറിയ ഉള്ളി കുറച്ചെടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ തൈരും ഉണ്ട് കേട്ടോ. ഇത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനൊരു ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ഐറ്റംസ് എല്ലാം എടുത്തിടാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മസാലക്കൂട്ടെല്ലാം റെഡിയാക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്യുന്നത് നമ്മുടെ തൈരാണ് കേട്ടോ. ഒരു 3 ടീസ്പൂൺ തൈര് ഞാൻ ഇടുവാണ്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് നമ്മുടെ കാശ്മീരി പൊടി, മുളക് പൊടി ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി ഇച്ചിരി മതി കേട്ടോ, നമ്മുടെ ഗരം മസാല ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി ആഡ് ചെയ്യുന്നുള്ളൂ, പിന്നെ നമ്മുടെ ചിക്കൻ മസാല അതും ഞാൻ ആവശ്യത്തിന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ. ഇനി നമുക്ക് കുറച്ച് ഓയിലും കൂടെ. ഇത് മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓയിൽ എടുത്ത് വെച്ചത്. നന്നായിട്ട് നമുക്ക് കൈ ഉപയോഗിച്ച് അങ്ങ് മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് അതങ്ങ് തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് അതിൻ്റെ വരഞ്ഞ് വെച്ചേക്കണം, അതിൻ്റെ ഉള്ളിലേട്ടൊക്കെ നന്നായിട്ട് ഇറങ്ങി അങ്ങ് പോകണം. ഇനി ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വിടാം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം. നമ്മുടെ ചിക്കൻ എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എയർ ഫ്രൈയിലേക്ക് അത് മാറ്റാം കേട്ടോ. ഇനി ഇതിനകത്ത് ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് ചിക്കൻ ലെഗ് ആണ്. അപ്പൊ ചിക്കൻ ലെഗിന്റെ ടൈം വെച്ചേക്കുന്നത് 20 to 25 മിനിറ്റ്സ് 200 ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. 200 ഡിഗ്രിയിലാണ് ഓൾറെഡി ഇത് കിടക്കുന്നത്. ഇനി എത്ര മിനിറ്റ്? 20 to 25 മിനിറ്റ് ആണ്. ഇനി നമുക്ക് നമ്മുടെ 20 to 25 മിനിറ്റിലേക്ക് ആക്കാം. ടൈം സെറ്റ് ആയിട്ടുണ്ട്. ഇത് സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചിക്കൻ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് നോക്കാം കേട്ടോ, എന്തായി എങ്ങനെയായി നോക്കേ. വാവ്, സൂപ്പർ സെറ്റ്. അപ്പൊ ഒരു 1 സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടണം. നമുക്ക് ഇനി തിരിച്ചിടാം കേട്ടോ. Just turning slow. Let the breeze tell us where to go. നമ്മുടെ ചിക്കൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. 2 സൈഡും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ചിക്കൻ ഫ്രൈ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അത് ടേസ്റ്റ് ചെയ്തും കൂടെ നോക്കാം. ജോബി ചേട്ടാ എങ്ങനെയുണ്ട്? കഴിക്കുമ്പോ ശല്യം ചെയ്യില്ലേ? കൊള്ളാം, അടിപൊളി. നിനക്ക് വേണ്ടല്ലോ അല്ലേ? എനിക്ക് വേണം. അടിപൊളിയാണോ? കൊള്ളാം. കൊള്ളാല്ലേ? അപ്പൊ ജോബി ചേട്ടന് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചിക്കൻ ഫ്രൈ സെറ്റാണോ? അപ്പൊ വീണ്ടും ഒരു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.